ഒരു ഫിക്സഡ് ഫോക്കസ് ലെൻസിനെ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ലെൻസിനെ സൂം ചെയ്യിക്കാൻ പറ്റുമോ? പറ്റും. ഒരു ഫിക്സഡ് ഫോക്കസ് ലെൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബ്ലോക്ക് ലെൻസിനെ ഒരിക്കലും ഫിസിക്കലി അതിനെ സൂം ചെയ്യിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സോണിയുടെ ക്യാമറയിൽ ഉപയോഗിച്ച് ആ ഫിക്സഡ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് സൂം ഇൻ അതുപോലെ തന്നെ സൂം ഔട്ട് എന്നീ രീതിയിലുള്ള ചിത്രീകരണം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സോണിയുടെ A7R5 എന്ന ക്യാമറയിൽ ഫിക്സഡ് ലെൻസായിട്ടുള്ള 35mm അതുപോലെ തന്നെ 85mm ഉപയോഗിച്ച് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിത്രീകരിച്ച കുറച്ച് ഒരു സാമ്പിൾ വീഡിയോ ഫുട്ടേജാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മുന്നേ വീഡിയോഗ്രാഫി ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പറ്റും, അവരുപയോഗിച്ചിരിക്കുന്ന ക്യാമറയിലുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു കീ ആയിരുന്നു സൂം കീ. അതായത് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട പൊസിഷനിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു കീ ആണ് സൂം കീ. പക്ഷേ ഇന്ന് എല്ലാവരും ട്രഡീഷണൽ ആയിട്ടുള്ള വീഡിയോ ക്യാമറയിൽ നിന്ന് മാറി DSLRലും അതുപോലെ തന്നെ മിറർലെസ്സിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ സൂമിനും അതുപോലെ തന്നെ സൂം ഔട്ടും എന്നുള്ള ഫംഗ്ഷനെ ഒഴിവായിപ്പോയി. അത് മാത്രമല്ല, മിക്കവരും നല്ല പിക്ചർ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മിറർലെസ്സിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ DSLRൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ലെൻസുകളാണ്, ഫിക്സഡ് ലെൻസുകളാണ്. അത് 35 അല്ലെങ്കിൽ 50, 85 എന്നീ രീതിയിലുള്ള ബ്ലോക്ക് ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നല്ല വീഡിയോ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂമിനും സൂം ഔട്ടും ആ സംഗതിയെ എടുത്തുപോയി. അതിന് പകരമായിട്ട് ജിംബലിൻ്റെ ഒരുപാട് സാധ്യതകളുകൊണ്ട് തന്നെ ഫ്രെയിം ഇന്നും ഫ്രെയിം ഔട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾക്കോ അല്ലെങ്കിൽ വേറൊരു എക്സ്പെരിമെൻ്റായിട്ടോ അല്ലെങ്കിൽ ജ്വല്ലറി ഷൂട്ട് പ്രൊഡക്റ്റ് ഷൂട്ടിനൊക്കെ ആവശ്യം വരുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്മുടെ ബ്ലോക്ക് ലെൻസിനെ ഉപയോഗിച്ചിട്ട് തന്നെ, അതായത് 50mm ആയാലോ അല്ലെങ്കിൽ 35mm ആയാലോ ഏത് ബ്ലോക്ക് ലെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സോണിയുടെ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് സൂമിനും സൂം ഔട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ 3 തരത്തിലാണ് സൂമിനും സൂം ഔട്ടും ചെയ്യുന്നത്. അതായത് ഒന്ന് ഒപ്റ്റിക്കലായിട്ട് ചെയ്യാൻ പറ്റും, ഒപ്റ്റിക്കൽ ലെൻസുകൾ ഉപയോഗിച്ചിട്ട് ഒപ്റ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. പിന്നെ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡായിരുന്നു, അത് മിക്ക എല്ലാ ക്യാമറകളിലുള്ള ഒരു മെത്തേഡായിരുന്നു ഡിജിറ്റൽ സൂം എന്ന് പറയും. ഡിജിറ്റൽ സൂമിലേക്ക് വരുമ്പോൾ പിക്ചർ ക്വാളിറ്റി സ്വാഭാവികമായിട്ട് വളരെ ലോസ് ആവും. പക്ഷേ അതിന് പകരമായിട്ട് സോണി അവരുടെ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീച്ചേഴ്സാണ് ക്ലിയർ ഇമേജ് സൂമിംഗ് എന്ന് പറയും. ഇത് റെസൊല്യൂഷൻ ഒന്നും കുറയാതെ തന്നെ നമുക്ക് 4K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്രോപ്പ് സെൻസറിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 50mm ലെൻസ് ആണെങ്കിൽ 75mmൻ്റെ ഈ ഒരു റേഞ്ചിലേക്ക് വരും. അതിന് പുറമെ നമ്മൾ ക്ലിയർ ഇമേജ് സൂമിലേക്ക് വരുവാണെങ്കിൽ 2x വരെ അതിൻ്റെ സൂമിംഗ് എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ പറ്റും. അതായത് ഒരു 50mm ആണെങ്കിൽ ക്രോപ്പ് സെൻസറിലേക്ക് വരുമ്പോൾ 75mm, അതിന് 2xലേക്ക് വരുമ്പോൾ ഏകദേശം 150mm സൂമിലേക്ക് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. ടോട്ടലി ഒരു 3x വരെ സൂം ചെയ്യാൻ പറ്റും. ഒരു 50mm ലെൻസ് ആണെങ്കിൽ ഒരു 150 വരെയും, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു 85mm ലെൻസ് ആണെങ്കിൽ തന്നെ നമുക്കൊരു 255 ഓളം റേഞ്ചിലേക്ക് എടുത്തിട്ട് നല്ല പടങ്ങൾ എടുക്കാൻ പറ്റും. ഇത് വീഡിയോ മാത്രമല്ല, ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോ എടുക്കുമ്പോൾ റോയിലേക്ക് ചെയ്യാൻ പറ്റില്ല, JPG മാത്രമേ എടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ വീഡിയോ നല്ല നമുക്ക് 4K വരെ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോണിയുടെ ഇപ്പം വരുന്ന എല്ലാ മിക്ക ക്യാമറകളിലും ഈ ക്ലിയർ ഇമേജ് സൂം എന്ന ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇത് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നത് മെനു എടുക്കുക. മെനു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ മെയിൻ മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് മെനുവിലേക്ക് വരിക. ഷൂട്ടിംഗ് മോഡ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സൂം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സൂം ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം താഴത്തുള്ള സൂം റേഞ്ച് എന്നുള്ള സെക്ഷനിൽ പോയിട്ടാണ് നമ്മൾ സൂം ഏത് ടൈപ്പ് സൂമാണോ വേണ്ടത് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ ഓപ്ഷനിലിരിക്കുന്നത് ഒപ്റ്റിക്കൽ സൂമാണ്. നമ്മുടെ ലെൻസ് ഒപ്റ്റിക്കൽ സൂമിങ്ങിനുള്ള ലെൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിക്കാം. അത് ഫിക്സഡ് ഫോക്കസ് ലെൻസ് ആണെങ്കിൽ ഈ രണ്ടാമത്തിരിക്കുന്ന ഒപ്റ്റിക്കൽ സൂമിന് പകരം ക്ലിയർ ഇമേജ് സൂം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് താഴെയാണ് ഡിജിറ്റൽ സൂം. നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ ക്ലിയർ ഇമേജ് സൂമാണ്. സൂമിങ്ങിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏതെങ്കിലും ബട്ടണിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൂമിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ അടുത്ത പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ സൂം കീ, അതായത് ടെലി വൈഡ് എന്നുള്ള സൂം കീ ഏതെങ്കിലും ബട്ടണിൽ അസൈൻ ചെയ്ത് വെക്കേണ്ടി വരും. അതിന് കസ്റ്റമൈസ് ചെയ്ത് വെക്കേണ്ടി വരും. അതിന് വേണ്ടതെന്ന് വെച്ചാൽ മെയിൻ മെനുവിലേക്ക് വന്നതിന് ശേഷം കസ്റ്റം ഓപ്പറേഷൻ, അതായത് ഓപ്പറേഷൻ കസ്റ്റമൈസ്ഡ് എന്നുള്ള വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ക്യാമറയുടെ ബാക്കിലുള്ള കീകൾ അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ കീകൾ ഏത് കീയാണോ അത് നമുക്ക് അസൈൻമെൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഡയൽ കീക്ക് മുകളിലുള്ള ബട്ടണാണ് സൂം ഓപ്ഷൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ശേഷം അതിന് താഴെയുള്ള
ഡയൽ കീയിനകത്ത് ഡയൽ കീയിലെ ലെഫ്റ്റ് കീ, അതായത് മൂന്നാമത്തെ കീ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്, വൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ കീ, അതായത് ഡയലിൻ്റെ റൈറ്റ് സൈഡിലെ കീ ടെലിക്കോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇത്തരം വിഷയങ്ങൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാവുന്നതാണ്.